പോലീസിൽ മിസ്റ്റർ ക്ലീൻ നടിച്ചു നടക്കുന്ന DGP ഇപ്പൊ കള്ളു കച്ചവടക്കാരൻ ബാലേന്ദ്രന്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത്? നാണം കെട്ട ഇയാളെ. ശശി, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ തടഞ്ഞോ? അതും CM-നെ തിരുത്താൻ നടക്കുന്ന ഒരു ക്രിമിനലിന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനു കൂട്ടുന്നു? കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പോലീസ്, അല്ലാണ്ട് വിട്ടുകൊടുക്കാനൊന്നും അല്ലല്ല. പറയണം മിസ്റ്റർ. കള്ളു കച്ചവടക്കാരുടെ വാലായി അവര് തരുന്ന കള്ളും കുടിച്ച് നടക്കുന്നവര് യൂണിഫോമിനെ കുറിച്ചും അത് തരുന്ന അധികാരത്തെ കുറിച്ചും സംസാരിക്കുന്നു. എക്സ്ക്യൂസ് മീ സർ, ഇഫ് യു വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ ആസ് എ പോലീസ് ഓഫീസർ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗിവ് യു. പക്ഷെ അതിവിടെ മുമ്പ് വെച്ച് വേണ്ട. വേണം. പരാതിക്കാർ ഇവരാണ്. സത്യം എനിക്കറിയണം. ശരിയെങ്കിൽ പറയാം. കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു, അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ രക്ഷയ്ക്കോ? അതെ. അല്ലെങ്കിൽ ഇയാൾ പറയട്ടെ, എന്തായിരുന്നു ഹരികൃഷ്ണന്റെ പേരിലുള്ള കുറ്റം? എന്തിനായിരുന്നു അയാളെ കസ്റ്റഡിയിലെടുത്തത്? Come on, tell me, what was the charge against him? സർ, അത് ഞാൻ ഇയാളുടെ മകളുമായി അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതിനാണോ ഹരികൃഷ്ണനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം തല്ലിച്ചതച്ചത്, തേജോവധം ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എന്താണ് മേടിച്ചിരിക്കുന്നത്? പറ. ഇപ്പൊ തന്നെ നാക്കിറക്കിപ്പോയോ? തിരുത്തൽവാദിയായ ഹരികൃഷ്ണനെ പോലീസ് മർദ്ദിച്ചു കൊന്നാൽ ആ കുറ്റം ഏൽക്കേണ്ടി വരുന്ന ആരാണ് സർ? അങ്ങ് തന്നെയല്ലേ? നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തിരുത്തനെ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചും തൊഴിച്ചും കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഡു യു വാണ്ട് എനി മോർ എക്സ്പ്ലനേഷൻ സർ? സാറേ, ഇങ്ങനെ പറയണത് മുഴുവനും അങ്ങാട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മേലിൽ ഇത്തരം സില്ലി കേസുമായി എന്റെ മുമ്പിൽ വരരുത്. ശശി, താനും കൂടെ കേൾക്കാനാ പറയുന്നത്. പൊയ്ക്കോളൂ. ഇറങ്ങി പോടോ. സോറി മിസ്റ്റർ മാത്യു. വരൂ. ഇനി ഒരു പ്രധാന കാര്യം. ആ വിജിലൻസ് കേസ് അന്വേഷണം എവിടം വരെയായി? ഇനി താമസിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആ റിപ്പോർട്ട് തരണം. പ്രയാസമുണ്ട് സാർ, എനിക്കതിന് കഴിയില്ല. കഴിയില്ലേ? ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് സർക്കാരിന്റെ രഹസ്യരേഖകൾ ചോർന്നു പോയാൽ അതൊരു നിസ്സാര കുറ്റമല്ല. അത് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ? അന്വേഷിക്കാൻ കഴിയില്ലെന്നല്ല, സത്യസന്ധമായ ജോലി ചെയ്യാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല? ഒരു മർഡർ കേസിലെ പ്രതിയെ കണ്ടെത്താൻ ആ കൊലപാതകം കൊണ്ട് ആർക്കാണ് ഗുണം എന്നാണ് പരിശോധിക്കുക. ഈ വിജിലൻസ് ഫയൽ ചോർന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട IG മാധവൻ നായർക്കോ ബൽറാമിനോ ഗുണമുണ്ടായില്ല. ഉണ്ടായത് വേറൊരാൾക്കാണ്. മലപ്പുറത്ത് ലാത്തി ചാർജ് വെടിവെപ്പ് നടത്തിയ മാധവൻ നായർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഭരണകക്ഷിയിലെ ഒരു ഗ്രൂപ്പ് സമ്മതിക്കില്ല. ഇടുക്കിയിൽ കഞ്ചാവ് വേട്ട നടത്തിയ ബൽറാമിന് സ്ഥാനക്കയറ്റം കൊടുത്താൽ മറ്റൊരു കക്ഷി പിണങ്ങും. ഈ ഫയൽ ചോർന്നതോടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ അങ്ങ് തന്നെയല്ലേ. 2 IG-മാരെ ലീവിൽ അയച്ചു ഒതുക്കാൻ കഴിഞ്ഞല്ലോ. മിസ്റ്റർ മാത്യു, ആർ യു അക്യൂസിംഗ് മീ? ഐ ആം അപ്രീഷിയേറ്റിംഗ് യു സർ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ചില്ലേ, പാതി കളവ് അശ്വത്ഥാമ ഹത. അങ്ങ് നിൽക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. സ്വന്തം അണികൾ തന്നെ ആയുധമെടുത്ത് അങ്ങയുടെ. ഇനി നിങ്ങളും എനിക്കെതിരെ ആയുധം എടുക്കരുത് പ്ലീസ്. ഒരിക്കലും ഇല്ല സാർ. പകരം ഒരു സഹായം ചോദിക്കുന്നു. ഈ കുരിശ് എന്നിൽ നിന്ന് ഒന്ന് മാറ്റി തരണം. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ജോലി തുടരുന്നത്. നീ വയ്യ, മടുത്തു. എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. നോ, എന്റെ അനുവാദത്തോടെ നിങ്ങൾ പോവില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത്. അങ്ങയോട് എനിക്ക് ബഹുമാനമുണ്ട്. ഈ വേഷം തുടർന്നാൽ ആ നല്ല ബന്ധം നിലനിർത്താൻ എനിക്ക് പ്രയാസമുണ്ട്. എന്താ നിങ്ങളുടെ വിഷമം? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരും അതുപോലെ പലരും അങ്ങയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികേടുകൾ അറിയുന്നവനാണ് ഞാൻ. പക്ഷെ അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ നടപടി എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ സർവീസ് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് അധികാരം തരണം. മിസ്റ്റർ മാത്യു, ഗിവ് മീ ആൻ ആൻസർ, യെസ് ഓർ നോ. യെസ്. തെറ്റ് ചെയ്തവരാരായാലും അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഞാൻ അതിന് തടസ്സമാവില്ല. യു ക്യാൻ പ്രൊസീഡ്. എന്താ ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം? എന്താ ഇത്? അങ്ങോട്ട്
എന്നാട് വല്ല പോക്കരം കടം കാണിച്ച തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. ആ അയ്യോ തൊപ്പി തെറിപ്പിക്കലടാ. ദാസപ്പനുമായി ബന്ധപ്പെട്ട ഈ രേഖകളിൽ കാണുന്നതല്ലാതെ ഇയാൾ നടത്തിയിട്ടുള്ള മറ്റു ബിസിനസ്സിൽ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം സാർ. എവിടൊക്കെയാണ് പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഭാര്യ ജേഴ്സിയാണ്, മറ്റൊരിടത്തും ഇല്ല. ഈ എഴുത്ത് തന്റെ വിലാസം വന്നല്ലേ? ഇയാൾ പൊട്ടിച്ചു വായിച്ചതല്ലേ? മുഖ്യമന്ത്രിയുടെ താല്പര്യം കണക്കിലെടുത്തിട്ടാണ് മഹാരാഷ്ട്ര ഷുഗർ മിൽസ് ഈ നിരക്കിൽ സ്പിരിറ്റ് തരുന്നത്. ഇനി വില കുറയ്ക്കാനാവില്ല. എന്തായിരുന്നോ മുഖ്യമന്ത്രിക്ക് ഈ സ്പിരിറ്റ് കച്ചവടത്തിൽ താല്പര്യം? ഇതുപോലെ എന്റെ പേരിൽ താൻ എത്ര ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്? ദാസപ്പൻ നിർബന്ധിച്ചപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. എന്റെ സകല തെറ്റുകളും പൊറുക്കണം. വേണ്ട, അങ്ങനെ പറയരുത്. വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരിക്കൽ തന്റെ ഈ അഭിനയത്തിൽ വീണുപോയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. മേലത് ആവർത്തിക്കില്ല. അവിഹിതമായി താൻ ഉണ്ടാക്കിയ പണമല്ലേ വികാസ് പത്രത്തിലും ബാങ്കിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്? ആ ഒപ്പിട്ട ചെക്കൊക്കെ ഇങ്ങ് തരൂ. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേരും. എന്നെ ദുരിതപ്പെടുത്താനാണോ ബോസ് ഇങ്ങനെ? ദുരിതപ്പെടുത്താനോ? താൻ ചെയ്ത അഴിമതിക്കും വിശ്വാസവഞ്ചനയ്ക്കും തന്നെ ജയിലിലടയ്ക്കാനും വേണ്ടത്. ഞാനത് ചെയ്യുന്നില്ല. വെക്കോ. മേലിൽ താൻ ഇങ്ങോട്ട് വരരുത്. കാലില്ല. പോളോ. സാർ, അയാളെ അങ്ങനെ വിട്ടത് ശരിയായില്ല. വേറെ എന്ത് ചെയ്യാനൊക്കൂ? എന്റെ പേരിൽ അവൻ നടത്തിയ അഴിമതികൾ പുറത്തു വന്നാൽ, ഞാനത് അറിഞ്ഞിട്ടില്ലെന്നും എനിക്കതിൽ പങ്കില്ലെന്നും പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ നശിപ്പിക്കണം. സാർ, ഒരു ദൈവത്തെയും ഞാൻ ഇതുവരെ തേടിപ്പോയിട്ടില്ല. ഒരമ്പലത്തിലും തൊഴുത് പ്രാർത്ഥിച്ചിട്ടുമില്ല. എങ്കിലും നിന്റെ വിശ്വാസത്തെ ഓർത്തു മാത്രം ഇവിടെ വെച്ച്. വേണ്ട ശിവേട്ട, ഞാൻ പിഴച്ചവള. എല്ലാം എനിക്കറിയാം. ഇനിയെങ്കിലും രക്ഷപ്പെടണ്ടേ? മുമ്പ് നീ എന്നോട് പിണങ്ങി പിരിഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്നെ വെറുത്തായിരുന്നു അത്. എങ്കിൽ പറ, ഇഷ്ടമില്ലെന്ന്, എന്നോട് സ്നേഹമില്ലെന്ന്. എനിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരില്ല. 21 MLA-മാർ ഞാൻ ഞൊടിച്ചാൽ എന്റെ കൂടെ പോരും. വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ദിവാകരന്റെ കസേര തെറിപ്പിച്ച് കാണിച്ചു തരാം. വേണം. അല്ലാതെ തന്നെ തെറിക്കുന്ന മട്ട മജ്ലിസ് പാർട്ടി അടഞ്ഞു നിൽക്കുകയല്ലേ ആ പള്ളി കേസില്. അങ്ങനെ വന്നാൽ ഇവിടെ ജയിക്കുക ഇടതുപക്ഷമാവും. അതിനനുവദിച്ചുകൂടാ. ദിവാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുക. അതിനാണ് ശ്രമിക്കേണ്ടത്. 21 MLA-മാർ മിസ്റ്റർ വഴിത്തലയുടെ കയ്യിലില്ലേ? മാത്തച്ഛന്റെ മലയോര കർഷകർ 11, മജ്ലിസിന്റെ 19 ചേർത്താൽ ബാക്കി ഉണ്ടാക്കണം. പണമാണ് അതിന് വേണ്ടത്. പണം കൊണ്ട് മാത്രം അങ്ങനെ മതി. പണമാണ് ഇവിടെ വലുത്. ദുബായിലേക്ക് രക്ഷപ്പെട്ട കള്ളക്കടത്തുകാരൻ ഖാലിദ് സേട്ടുമായി ബന്ധപ്പെടാത്ത എത്ര ദേശീയ നേതാക്കൾ നമുക്കുണ്ട്. അതെ, താനും പോയി കണ്ടില്ലടോ അയാളെ. ഇവിടെ അത് നടക്കും. ഞാൻ കാണിച്ചുതരാം. എന്തായി ദുബായിൽ നിന്ന് വരുന്ന ഷിപ്പിന്റെ കാര്യം? 2 ദിവസത്തിനകം അവരിവിടെ എത്തും. എങ്കിൽ ചെല്ലും. ഈ ഷിപ്പ് വരുന്ന കാര്യം ശിവനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങണ്ടേ? ശരി. എന്താ പാലേട്ടാ ഇവരൊക്കെ ഇവിടെ? ഞാൻ അവരുമായിട്ടൊരു ബിസിനസ് ഡീല് സംസാരിക്കുകയായിരുന്നു. എനിക്ക് താല്പര്യമില്ല. പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്ന് വിശ്വസിക്കുന്നവരുമായിട്ട്. അങ്ങനെയുള്ളവരെ നമ്മളുടെ ഒപ്പം ചേരൂ. ഒരു പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുന്നവരെ അടർത്തിയെടുക്കുക എളുപ്പമാണ്.
ഓക്കെ. എന്താ ബാലേട്ടത്? ശിവ, അത് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മാത്തച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഹൈലി എക്സ്പ്ലോസീവ് RDX അല്ലേ ഇത്? ശിവ, ഞാൻ പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ആ നാറി ഹരികൃഷ്ണ ഒപ്പിച്ച പണിയാണിത്. എന്റെ മോളെ ഞാൻ കോടതി ഹാജരാക്കണമെന്ന്. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. സംഗതി ഹേബിയസ് കോർപ്പസാ. മാത്രവുമല്ല, തന്റെ മോളും ആ IPS കാരനും കൂടി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കാൻ പോകുന്നില്ല. ആഹാ, അത് ഞാൻ കാണിച്ചു തരാം. എന്തോന്ന്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിക്കാനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. അതിനൊക്കെ പുറമെ കോടതി വെച്ച് തന്റെ മോക്ക് ആ കോന്തം വക്കീലിനെ മതി എന്ന് പറഞ്ഞ എന്റെ മുത്തപ്പ, ഇനി വേറെ മകളെ അന്യായമായി തടങ്കലിൽ വെച്ചതിന് സമാധാനവും പറയേണ്ടി വരും. സഖാവ് തന്നെ പറ, ഞാൻ ഇനി എന്നാ ചെയ്യണം? ഹരികൃഷ്ണൻ വെറും പുഴുവാടോ. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ കള്ളക്കഴുവറി ബാലചന്ദ്രനാണ്. അവനെ ഫിനിഷ് ചെയ്യണം. ഒരിക്കൽ പിഴച്ചതാ, ഇത്തവണ തീർത്തെടുക്കണം. നിക്ക് സഖാവേ, ആദ്യ കള്ളനാറി ഹരികൃഷ്ണൻ, പിന്നെ പ്രിയപ്പെട്ട രേഷ്മയ്ക്ക്, കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആദ്യം രജിസ്റ്റർ വിവാഹം, പിന്നെ പള്ളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്. ഇതൊക്കെയാണ് തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാലേട്ടനും ശിവനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം മംഗളമായി വരും. ഹരി, ഹരി, ഹരി,
ഉമ്മനെ കഴിക്ക് സഖാവെ. വല്ലാത്തൊരു ടെൻഷൻ തന്നെ. എന്തായി ഷാജി, അകത്ത് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുക. മിക്കവാറും മജ്ലിസ് പാർട്ടി മന്ത്രിസഭ വിടുമെന്നാ തോന്നുന്നത്. ഈ അവസരത്തിൽ മജ്ലിസ് മന്ത്രിസഭ വിട്ടുപോകാന്ന് പറഞ്ഞാൽ എന്നോട് ചെയ്യുന്ന ചതിവാണ്. ചതി എന്ന് പറയരുത്. ഇക്കാലം വരെ പൊളിച്ച പള്ളിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇനി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാന്നാണ് കാര്യം. ഒരു നടക്ക് പോകില്ലെന്ന് നമുക്കറിയാം. ഇത് ഐസും കാറ്റൊക്കെ വെയിന്റ് അടിക്കും പോലെ കാറ്റാനൊക്കെ ലാടനടിക്കാന്ന് പറഞ്ഞാൽ ഒരു മുഷക്കത്തുള്ള പണിയാണ്. ഇത് നമ്മൾ അണികൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ കാണുന്നല്ലേ ഈ ഹമാറുകൾ ആർക്കും പള്ളി ഉണ്ടാക്കി വരുന്നത്? പോരാത്തതിന് നമ്മൾ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഒക്കെ മുമ്പിലായാലും വേറെയും. ഇനി നമ്മൾ എന്താക്കും? മന്ത്രിയായ കിട്ടുന്ന സുഖം ഒരു ദിവസമെങ്കിലും അനുഭവിച്ചവനക്കറിയാം. നമ്മൾ ഈ കസാല വിട്ട് പോണതില് ബേജാറില്ലാന്ന് നിങ്ങൾ കരുതരുത്. വേറെ നിവൃത്തില്ലാഞ്ഞിട്ട്.